ഇതല്ലേ? ഇതാരാ? അയാളാണ് ബ്ലാക്കിയുടെ ശരിക്കുള്ള ബോസ്, ആ സൈക്കോ പട്ടാളം. അതെ, അയാൾ തന്നെ. അവർ രണ്ടുപേരും തമ്മിൽ പരിചയമുണ്ട്. മേ ബി അവർ ബന്ധുക്കളായിരിക്കാൻ സാധ്യതയുണ്ട്. ഈശ്വര, വിചാരിച്ച പോലെ ഒന്നല്ലല്ലോ സംഭവിക്കുന്നത്. എങ്കിൽ നമ്മളും ബ്ലാക്കിയും ഒന്നും അറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങൾ ഇതിന് പിന്നിലുണ്ട്. ഇവര് ബന്ധുക്കളാണെന്നാണോ? ബന്ധുക്കളാണെങ്കിൽ ബ്ലാക്കി അറിയാതിരിക്കോ? ഇതിപ്പോ അയാളെ കണ്ടിട്ടേ ഇല്ലാന്നല്ലേ ബ്ലാക്കി പറഞ്ഞേ. പിന്നെ അയാളത് എവിടുന്ന് പൊട്ടി മുളച്ചു? ഈ പാടത്ത് വന്ന അയാൾ എന്തിനാ കിളച്ചേ? ബ്ലാക്കി അന്വേഷിച്ച അയാൾ എന്തിനാ നടക്കുന്നേ? എനിക്കറിയില്ല, എനിക്കത്ര ബുദ്ധിയൊന്നുമില്ല. അത്രയും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വല്ല പോലീസിലും പോയി ചേർന്നേനെ. പപ്പക്ക് എന്തെങ്കിലും പേടി കിട്ടിയോ? കുറെ നേരമായി ആലോചിക്കുന്നു. പപ്പ എന്താ എന്തെങ്കിലും പിടി കിട്ടിയോന്ന്? ഒന്നും അവിടെ വ്യക്തമല്ല. ഇപ്പൊ തന്നെ നോക്ക്, ബ്ലാക്കിയുടെ ബോസും ഇയാളും നല്ലോണം അടുത്തറിയുന്നവരാണ്. പക്ഷെ ബ്ലാക്കിക്ക് ഇവരെ അറിയത്തില്ല. ഇയാൾക്കാണെങ്കിൽ ബ്ലാക്കിനെ അറിയുകയും ചെയ്യാം. ഇയാൾ ബ്ലാക്കിനെ തപ്പി നടക്കുകയായിരുന്നു, ബ്ലാക്കി ഗോസ്റ്റ് ആണെന്ന് അറിയുന്നത് വരെ. എന്ന് വെച്ചാ ബ്ലാക്കി മരിച്ച കാര്യം അയാൾ അറിഞ്ഞിട്ടുണ്ടാവൂല. അതെ, അതാണ് ഗോസ്റ്റിനെ കണ്ടപ്പോ ഇയാള് പേടിച്ചോടിയത്. അത് ബ്ലാക്കിയെ അല്ലായിരിക്കും, വേറെന്തോ ആണ്. പക്ഷെ നമ്മളിന്ന് ചെന്നപ്പോഴേക്കും അവൻ ആ കുഴി മാന്തി അതിനോടൊന്ന് മാറ്റുകയും ചെയ്തു. ദാറ്റ് മീൻസ് നമ്മൾ ആ കുഴി ചെക്ക് ചെയ്യുന്നത് അവൻ മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. പക്ഷെ അത് മാന്തിയവനാണെന്ന് എന്തത്ര ഉറപ്പ്? ഉറപ്പ് ഈ മോതിരം ഇത് അവന്റെ പേരിൽ കണ്ടു എന്നല്ലേ നമ്മള് പറഞ്ഞത്. ഇത് പക്ഷെ കുഴിച്ചിട്ടപ്പോ പോയതായിക്കൂടെ? ഒരിക്കലുമില്ല. കുഴിച്ചിട്ടിട്ട് രണ്ടാമത്തെ ദിവസമല്ലേ അവനോട് വന്നത്. അപ്പൊ അവന്റെ കയ്യിൽ മോതിരമുണ്ട്. പിന്നെ അങ്ങനെ കുഴിച്ചിടുമ്പോ മിസ്സാവും. അത് ശരിയാണല്ലോ, ഞാൻ അത്രയ്ക്ക് അങ്ങ് ചിന്തിച്ചില്ല. അപ്പൊ കുഴി മാന്തിയത് അവൻ തന്നെ. അന്വേഷണം വഴി മുട്ടിയല്ലോ പപ്പ. ബാക്കി ഡീറ്റെയിൽസ് അറിയാൻ ഇനിയിപ്പോ എന്താ ചെയ്യാ? അതെ, വഴിമുട്ടി. ബാക്കി ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ രണ്ടിലൊരാളെ നമ്മുടെ കൈ കിട്ടണം. ബ്ലാക്കിയുടെ ബോസ് എവിടെയെങ്കിലും ഒളിവിലാവാനാണ് സാധ്യത. കാരണം ബ്ലാക്ക് വിചാരിച്ചിട്ട് പോലും അയാളെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എവിടെ പോയി ഒളിച്ചാലും നമുക്ക് കണ്ടുപിടിച്ചേ തീരും. അല്ലെങ്കിൽ ആ ബ്ലാക്കി പ്രേതം ഇവിടുന്ന് ഒഴിഞ്ഞു പോകത്തില്ല. അതെ, മനുഷ്യര് വല്ലതും ആയിരുന്നെങ്കിൽ പോലീസിലെങ്കിലും കംപ്ലൈന്റ് ചെയ്യായിരുന്നു. ഇതിപ്പോ പ്രേതമായി പോയില്ലേ. അവരിൽ ഒരാളെങ്കിലും കൈ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഈ ദുരൂഹതകളുടെ ചുരുളഴിക്കാമായിരുന്നു. ആ പട്ടാളത്തിന് നമുക്ക് പോക്കാം, അതിനുള്ള വഴി ഞാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഇവൻ ആരാ? ഒരു കാര്യം പറയാൻ മറന്നു, അവന്റെ ലൈസൻസ് എന്റെ കിട്ടിയിട്ടുണ്ട്. എങ്ങനെ? എവിടുന്ന്? ആ റൂമിൽ നിന്ന് കിട്ടിയതാ. ഇന്നലത്തെ അടിപിടിന്റെ ഇടയിൽ വീണ് പോയതായിരിക്കും. നിക്കെടുത്ത് മാറ്റി വെച്ചതാ. വാവ്, സൂപ്പർ. അത് പൊളിച്ച് നിക്കി. അതെന്തി എടുത്തോണ്ട് വാ. ചേച്ചിന്റെ അടി കൊണ്ടാവും വീണപ്പോ പോക്കറ്റും തെറിച്ചു കൊണ്ടതാ. ഞാനതങ്ങ് എടുത്തു വെച്ചു. അർജുൻ, അതാണ് അവന്റെ പേര്. ആ ലൈസൻസ് വെച്ച് എന്ത് ചെയ്യാനാ? ആ അഡ്രസ്സിൽ ആളും ഉണ്ടാവില്ല. ചിലപ്പോ അത് മിസ്സായ വിവരം അവനിപ്പോ അറിഞ്ഞും കാണും. നോക്കാം. യെസ്, ഇത് മതി. ഇത് നല്ലൊരു ക്ലൂ ആണ്. എന്താ സംഗതി? ആ ബ്ലാക്കി പറഞ്ഞ കഥയിൽ അയാൾ എവിടെ നിന്ന് വന്നു പറഞ്ഞേ? കോട്ടയത്ത് നിന്നല്ലേ? അതെ, കോട്ടയം വൈക്കം. നോക്കിയേ, ഇയാളുടെ അഡ്രസ് അർജുൻ VK, വൈക്കം, കോട്ടയം. അതെ, അതുപോലെ ബ്ലാക്ക് വാങ്ങിയ അന്ന് തന്നെയാണ് അവർ ഇങ്ങോട്ട് വന്നതെന്നല്ലേ പറഞ്ഞേ? അതെ. എന്ന് വെച്ചാ കോട്ടയത്തുള്ള അയാളുടെ ബന്ധുക്കളെയും പരിചയക്കാരെയും ബ്ലാക്കിക്ക് അറിയാൻ വഴിയില്ല. ഇല്ല. അപ്പൊ അങ്ങനെയാണ് കഥയുടെ കിടപ്പുവശം. അപ്പൊ അവിടെയാണ് കഥ നടക്കുന്നത്, കോട്ടയത്ത്. ആ കഥയാണ് നമുക്ക് അറിയേണ്ടത്.
അതറിഞ്ഞാലേ ഈ കഥയുടെ ക്ലൈമാക്സ് നമുക്ക് കിട്ടുള്ളൂ. അതറിയണമെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യും? ഇതറിയണമെങ്കിൽ അങ്ങോട്ട് പോകണം. ഈ കഥ തുടങ്ങുന്ന കോട്ടയം വൈക്കത്തെ ആ പട്ടാളക്കാരന്റെ ആദ്യത്തെ വീട്ടിലേക്ക്. ആരോ വന്നിട്ടുണ്ടല്ലോ. അതെന്നെ കാണാമെന്ന ഞാൻ നോക്കാം. ആരാ വന്നേ? അതെന്റെ ഒരു ഫ്രണ്ട് സെറ്റപ്പിലുള്ള ഒരാളാണ്, ഗുണ്ടുബാബു. ഗുണ്ടുബാബു മുൻപ് കേട്ടിട്ടില്ലല്ലോ. അതിന് ഇതിനു മുമ്പ് ഞാൻ ആ പേര് പറഞ്ഞിട്ടുമില്ല. എനിക്കിതുവരെ അയാൾ ആവശ്യം വന്നിട്ടില്ലായിരുന്നു. ഇപ്പൊ എന്താ ആവശ്യം വന്നേ? അത് ഞാൻ പറയാം. കോട്ടയത്തിന് പോയി വന്നിട്ട്. കോട്ടയത്തിന് പോവാണോ? ഇന്നോ? പോണം. ഇനി വെച്ച് താമസിക്കാൻ പറ്റില്ല. ഈ കഥ അവസാനിപ്പിക്കാൻ സമയമായി. കോട്ടയം പോണെങ്കിൽ അതിന് പുറകിൽ എന്തോ ഉണ്ട്. Where is my boss? I will kill you. Where is my boss? നാളെ രാത്രി എനിക്ക് അയാളെ കൈ കിട്ടണം, അല്ലെങ്കിൽ ഞാൻ അറിയാലോ. എന്നാ പോവല്ലേ?
നീ എന്താ വിചാരിച്ചേ? എന്നെ വെട്ടിച്ച് രക്ഷപ്പെടാന്ന്? പോടാ അവിടെ. ആ എത്തിയോ? ഇന്നലെ രാത്രി പേടിച്ച് ഞങ്ങൾ ഒരു പോള കണ്ണടച്ചിട്ടില്ല. എന്തു പറ്റി? ആ ബ്ലാക്ക് വന്നിരുന്നോ? വന്നു ഭയങ്കര സീനായിരുന്നു. എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. അയ്യോ. കോട്ടയം പോയ കാര്യം എന്തായി? അത് പിന്നെ പറയാം. പിള്ളേരെന്തി? സ്കൂളിൽ പോയോ? അവരെണീറ്റിട്ടില്ല. ഇന്നലെ കിടന്നപ്പോ നേരം വെളുത്തു. ആ ഗോസ്റ്റിന്റെ പേടിപ്പിക്കൽ കാരണം ഇന്നലെ രാത്രി മുഴുവൻ നിക്കി നിലവിളിയായിരുന്നു. അത് ശരി. എന്നാ അവരെയും കൂടെ എണീപ്പിക്ക്. വരുന്ന വഴിക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതെന്താ? കാണിക്കാം. ബാബുട്ടാ, ഞാൻ കൊണ്ടുപോരെ. ചേട്ടായി പറഞ്ഞത് മുഴുവിപ്പിച്ചില്ലല്ലോ. കോട്ടയത്ത് എത്തിയിട്ട് എന്തായിരുന്നു കിട്ടിയ വിവരങ്ങൾ? കോട്ടയത്തല്ല, വൈക്കത്ത്. കോട്ടയത്തൊന്നും പോണം വൈക്കത്തെത്താ. നമ്മുടെ മമ്മൂക്കയുടെ ഒക്കെ ജന്മസ്ഥലമല്ലേ, അതിന്റെ അടുത്ത്. എന്നിട്ട് അയാളുടെ ബ്ലാക്കിയുടെ ബോസിനെ പറ്റി എന്തെങ്കിലും വിവരങ്ങൾ അറിഞ്ഞോ? അവിടെ ജനിച്ചു വളർന്ന ഒരാളായിരുന്നു ഇവന്റെ അച്ഛൻ വിജയകുമാർ. 18ാമത്തെ വയസ്സിൽ ജോലി തേടി അയാൾ ഡൽഹിയിലോട്ട് പോയി. അതിനുശേഷമാണ് ഇവൻ ജനിക്കുന്നത്. ജോലി തേടി പോയ അയാൾ പിന്നെ തിരിച്ചു വന്നിട്ടില്ല. അതിന്റെ ഇടയിൽ എന്തോ ഒരു ആക്സിഡന്റിൽ പെട്ട് ഇവന്റെ അമ്മ മരിച്ചു. പിന്നീട് ഇവൻ അമ്മ വീട്ടിലാണ് വളർന്നത്. പിന്നെ ഇവൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് അയാൾ വീണ്ടും മടങ്ങി വരുന്നത്, ഇവന്റെ അച്ഛൻ. ആ സന്തോഷത്തിൽ ഓടിച്ചെന്ന് ഇവൻ കണ്ടത് വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന അവന്റെ അച്ഛനെയാണ്. അന്ന് ഇറങ്ങിയതാണ് ഇവൻ ആ വീട്ടിൽ നിന്ന്. പിന്നീട് അവൻ അങ്ങോട്ട് പോയിട്ടില്ല. പിന്നീട് അമ്മയുടെ ഭാഗത്ത് കിട്ടിയ വീട്ടിൽ തന്നെയായിരുന്നു ഇവന്റെ താമസം. അതിനിടയിലാണെങ്കിൽ അയാളുടെ 2ാമത്തെ ഭാര്യയും തൂങ്ങി മരിച്ചു. തൂങ്ങി മരിച്ചതല്ല, അയാൾക്കൊന്ന് കെട്ടി തൂക്കിയതാ. എന്നിട്ട് അയാൾ ഇപ്പൊ എവിടെ ഉണ്ട്? ചേട്ടായി കണ്ടോ അയാളെ? ഞാനും കണ്ടിട്ടില്ല, കുറെ കാലമായിട്ട് വേറെ ആരും കണ്ടിട്ടില്ല. അതെന്താ അയാളെ കാണാതെ പോയോ? യെസ്, അങ്ങനെ പറയാം. കാരണം അയാളാണ് എന്ന് വെച്ചാൽ ഇവന്റെ അച്ഛനാണ് നമ്മളും ബ്ലാക്കിയും എല്ലാം കുറെ ദിവസങ്ങളായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾ. ബ്ലാക്കിയുടെ ബോസ്, ആ സൈക്കോ പട്ടാളം.